നാരായണ. हरि ओम हरि ओम हरि ओम हरि ओम. श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं. शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः. ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः. सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्. शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्. सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते. सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः. कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये. पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि. ॐ अज्ञानान्दर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसम्पज्यमानान् मुक्त्वा मौनं वडविडपिनो मूलतो निष्पदन्ति. शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा. शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा. ॐ श्रीगुरुभ्यो नमः. ॐ नमः शिवाय. ॐ श्रीमहादेव्यै नमः. ॐ नमो भगवते वासुदेवाय. ॐ नमः परमऋषिभ्यो नमः. परमऋषिभ्यः हरि ओम हरि ओम हरि ओम. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം.
നാരായണ. ശങ്കര സ്തോത്ര തരംഗിണി പരമ്പര 310 ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പുതിയൊരു സ്തോത്രം, ചെറിയൊരു സ്തോത്രമാണ്. ഗൗരീ ദശകം എന്നുള്ള 10 ശ്ലോകങ്ങളുള്ള ഒരു സ്തോത്രമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ദശകം എന്ന് പറഞ്ഞാൽ തന്നെ 10 ശ്ലോകം ഉള്ളത്. അത് ഗൗരിയെ സംബന്ധിച്ചതായതുകൊണ്ട് ഗൗരീ ദശകം. അപ്പം നമ്മൾ കഴിഞ്ഞ 2 സ്തോത്രങ്ങളും ദേവീപരമായിട്ടുള്ള സ്തോത്രങ്ങൾ തന്നെയാണ് കണ്ടത്. ഭ്രമരാംബാഷ്ടകം, പിന്നെ ശാരദാഭുജംഗപ്രയാത സ്തോത്രം. 2 അഷ്ടക സ്തോത്രങ്ങൾ കണ്ടു. ഇത് ദശകമാണ്. 10 ശ്ലോകങ്ങളുള്ള ഒരു സ്തുതി, ദേവീ സ്തുതി തന്നെയാണ്. ഗൗരി എന്നുള്ള പേരിൽ ദേവിയെ സ്തുതിക്കുന്നു. പാർവതീ ദേവി തന്നെയാണ് ഗൗരി എന്ന് പറയുമ്പോൾ കുറെ കൂടി വെളുത്തവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഗൗരി എന്നുള്ള ശബ്ദം. ഗൗരവർണ്ണത്തോട് കൂടിയവൾ ഗൗരി എന്ന് പറഞ്ഞാൽ ദേവി ആദ്യം കറുത്തവളായിരുന്നു പാർവതി. പിന്നീട് സ്വന്തം കറുത്ത ശരീരം ഉപേക്ഷിച്ച് സ്വയം ഒരു പുതിയൊരു ശരീരം എടുത്തു. തൻ്റെ ആ ചിച്ചക്തി കൊണ്ട് ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദേവിക്ക് സ്വയം ശരീരം മാറ്റാൻ വല്ല പ്രയാസമുണ്ടോ? പുതിയൊരു വസ്ത്രമെടുത്ത് ധരിച്ചു ദേവി. പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട്, ആ കോശം ഉപേക്ഷിച്ചതാണ് പിന്നീട് കൗശികി എന്ന ദേവിയായത് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ദേവി മാഹാത്മ്യത്തിലെ 5ാം അധ്യായത്തിൽ ആ വിഷയം പറഞ്ഞു. അപ്പോൾ സ്വയം തൻ്റെ ശരീരകോശം ഉപേക്ഷിച്ച് പുതിയൊരു ശരീരകോശം സ്വീകരിച്ചതാണ് ഗൗരി എന്നുള്ള വെളുത്ത വർണ്ണത്തിലുള്ള ദേവിയുടെ ശരീരം. അപ്പോൾ അങ്ങനെയുള്ള ദേവിയെ സ്തുതിക്കുന്നതാണ് ഗൗരീം അംബാം അംബുരുഹാക്ഷീം അഹം ഈടേ. ഈ വരികൾ 10 ശ്ലോകത്തിലും തുടരുന്നു. 10 ശ്ലോകത്തിലും അവസാന വരി കോമൺ ആണ്. ഗൗരീം അംബാം അംബുരുഹാക്ഷീം അഹമീടേ. അഹം ഈടേ, ഞാൻ സ്തുതിക്കുന്നു. ആരെ? ഗൗരീം അംബാം, ഗൗരിയാകുന്ന അംബയെ. ഗൗരീം അംബാം, ഗൗരിയാകുന്ന അംബയെ. അങ്ങനെയുള്ള ആ ദേവി അംബുരുഹാക്ഷിയുമാണ്. അംബുരുഹാക്ഷി, അംബുരുഹം താമര, വെള്ളത്തിൽ ആരോഹണം ചെയ്തത്, വെള്ളത്തിൽ മുളച്ചത്. അത് കണ്ണ് പോലെ, അല്ലെങ്കിൽ താമര പോലെയുള്ള കണ്ണോട് കൂടിയവൾ അംബുരുഹാക്ഷി. അപ്പോൾ ഗൗരി എന്ന താമരക്കണ്ണിയായ അമ്മയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. കൗശാംബക്ഷരികേ ദേവി എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് കേട്ടോ. കൗശാംബക്ഷരിക ബ്രാഹ്മിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ കുശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലാണ്. ആ ദർഭപ്പുല്ല് കൊണ്ട് വെള്ളം തളിക്കുന്നവൾ ആണ് കൗശാംബക്ഷരിക. ബ്രാഹ്മി എന്ന ദേവി തൻ്റെ കമണ്ഡലുവിലെ ജലം ദർഭപ്പുല്ലുകൊണ്ട് തളിച്ചുകൊണ്ട് ദൈത്യന്മാരെ നിർവീര്യന്മാരാക്കി എന്ന് രക്തബീജവധം കഥയിൽ പറയും. ആ ദേവിയെ സ്തുതിച്ചതാണ് കൗശാംബക്ഷരികേ ദേവി എന്ന് പറയുന്നത്. കൗശാംബം എന്ന് പറഞ്ഞാൽ കുശം കൊണ്ട് അമ്പത്തിനെ ശരണം ചെയ്തത്. കുശം ദർഭയാണ്, ദർഭ കൊണ്ട് വെള്ളം തളിച്ചവൾ കൗശാംബക്ഷരിക. ഓർമ്മ വെച്ചോളൂ, മാറിപ്പോകണ്ട. കൗശികി വേറെ, കൗശാംബക്ഷരിക വേറെ അർത്ഥം. കൗശാംബക്ഷരിക എന്നുള്ളത് ബ്രാഹ്മി എന്ന ദേവിയെ, രണ്ടും എല്ലാം സെയിം തന്നെയാണ് ആത്യന്തികമായിട്ട്. പക്ഷേ എങ്കിലും അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് പറയാം. നാരായണ.
അപ്പോൾ ഗൗരി ദശകം നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലാം, എന്നിട്ട് ഓരോ ശ്ലോകങ്ങൾ കാണാം. ശ്രീ മഹാദേവ്യൈ നമഃ. ലീലാലബ്ധസ്ഥാപിതലുപ്താഖിലലോകാം ലോകാതീതൈർയോഗിഭിരന്തശ്ചിരമൃഗ്യാം ബാലാദിത്യശ്രേണിസമാനദ്യുതിപുഞ്ചാം ഗൗരീമംബാമംബുരുഹാക്ഷീം അഹമീഡേ. പ്രത്യാഹാരധ്യാനസമാധിസ്ഥിതിബാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തീം സത്യജ്ഞാനാനന്ദമയീം താം തനുരൂപാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. ചന്ദ്രാപീഡാനന്ദിതമന്ദസ്മിതവക്ത്രാം ചന്ദ്രാപീഡാലങ്കൃതനീലാളകഭാരാം ഇന്ദ്രോപേന്ദ്രാദ്യർച്ചിതപാദാംബുജയുഗ്മാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. ആദിക്ഷാന്താമക്ഷരമൂർത്യാ വിലസന്തീം ഭൂതേ ഭൂതേ ഭൂതകദംബപ്രസവിത്രീം ശബ്ദബ്രഹ്മാനന്ദമയീം താം തടിതാഭാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. മൂലാധാരാദുത്ഥിതവിദ്യാവിധിരന്ധ്രം സൗരം ചന്ദ്രം വ്യാപ്യ വിഹാരജ്വലിതാംഗീം യേയം സൂക്ഷ്മാത് സൂക്ഷ്മതനുസ്താം സുഖരൂപാം ഗൗരീമംബാമംബുരുഹാക്ഷീം അഹമീഡേ. നിത്യശുദ്ധോ നിഷ്കള ഏകോ ജഗദീശഃ സാക്ഷി യസ്യ സർഗവിദൗ സംഹരണേ ച വിശ്വത്രാണക്രീഡനലോലാം ശിവപത്നീം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. യസ്യാഃ കുക്ഷൗ ലീനമഖണ്ഡം ജഗദണ്ഡം ഭൂയോ ഭൂയഃ പ്രാദുരഭൂതുത്ഥിതമേവ പത്യാ സാർദ്ധം താം രജതാദ്രൗ വിഹരന്തീം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. യസ്യാമോതം പ്രോതമശേഷം മണിമാലാ സൂത്രേ യദ്വത് ക്വാഭിചരം ചാപ്യചരം ച താമധ്യാത്മജ്ഞാനപദവ്യാഗമനീയാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. നാനാകാരൈ ശക്തികദംബൈർഭുവനാനി വ്യാപ്യ സ്വൈരം ക്രീഡതി യേയം സ്വയമേകാ കല്യാണീം താം കൽപ്പലതാം ആനതി ബാജാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. ആശാപാശക്ലേശവിനാശം വിദധാനാം പാദാംബോജധ്യാനപരാണാം പുരുഷാണാം ഈശാമീശാർദ്ധഹരാം താമഭിരാമാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. അവസാനം ഫലശ്രുതിയായിട്ട് 11ാമത്തെ ഒരു ശ്ലോകമുണ്ട്. പ്രാതഃകാലേ ഭാവവിശുദ്ധഃ പ്രണിധാനാത് ഭക്ത്യാ നിത്യം ജൽപതി ഗൗരീദശകം യഃ വാചാം സിദ്ധിം സമ്പദമഗ്ര്യാം ശിവഭക്തിം
തസ്യാവശ്യം പർവതപുത്രീ വിദധാതി. പ്രാതഃകാലേ ഭാവവിശുദ്ധഃ പ്രണിധാനാത് ഭക്ത്യാ നിത്യം ജൽപതി ഗൗരീദശകം യഃ. വാചാം സിദ്ധിം സമ്പദമഗ്ര്യാം ശിവഭക്തിം തസ്യാവശ്യം പർവതപുത്രീ വിദധാതി. ഇതി ആദിശങ്കരഭഗവത്പാദകൃതം ഗൗരീദശകം സമ്പൂർണം. ഹരി ഓം. ഗൗരീദശകം എന്നതായിട്ടുള്ള ഈ സ്തോത്രം എപ്പോൾ എവിടെ വെച്ച് രചിച്ചു എന്നത് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല, ഓർമ്മ വരുന്നില്ല. എന്തായാലും ആദിശങ്കര ഭഗവത്പാദർ വളരെ മനോഹരമായി ദേവിയെ സ്തുതിച്ചുകൊണ്ട് രചിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സ്തുതിയാണ് ഗൗരി ദശകം എന്ന് മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ ഫലശ്രുതി ഒന്ന് ആദ്യം നോക്കാം. 11ാമത്തെ ശ്ലോകമായിട്ടാണ്. എന്നിട്ട് നമുക്ക് ഓരോ ശ്ലോകവും നോക്കാം. പ്രാതഃകാലേ ഭാവവിശുദ്ധഃ പ്രണിധാനാത് ഭക്ത്യാ നിത്യം ജൽപതി ഗൗരീദശകം യഃ. വാചാം സിദ്ധിം സമ്പദമഗ്ര്യാം ശിവഭക്തിം തസ്യാവശ്യം പർവതപുത്രീ വിദധാതി. പ്രാതഃകാലേ, പ്രഭാതകാലത്ത് നിത്യവും ഭാവവിശുദ്ധ തെളിഞ്ഞ മനസ്സോടെ, അന്ധക്കരണ ശുദ്ധിയോടെ, നല്ല നിഷ്കളങ്കമായ ഭാവത്തോടെ എന്നൊക്കെ അർത്ഥം. നിഷ്കളങ്കമായ ഭക്തിഭാവത്തോടെ ആരാണോ യഹ നിത്യം ജൽപതി, എന്ത് ഭക്തിയോടുകൂടെ, എങ്ങനെ പ്രണിധാനാദ് എന്ന് പറയുന്നത്. പ്രണിധാനാദ് എന്ന് പറയുമ്പോൾ, പ്രണിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയത്തിൽ ഈശ്വരനെ ധ്യാനിക്കുക, പ്രകർഷേണ നിധാനം ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഈശ്വരനെ പ്രണിധാനം ചെയ്തുകൊണ്ട്, ഭക്തിപൂർവം ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട്, ഇവിടെ പ്രണിധാനപൂർവം ധ്യാനപൂർവം ധ്യാനനിഷ്ഠനായിക്കൊണ്ട് ആരാണോ ഈ ഗൗരീ ദശകത്തെ യഹ നിത്യം ജൽപതി, ആരാണോ നിത്യവും ചൊല്ലുന്നത് എന്നർത്ഥമാണ്. ഇവിടെ ജൽപ്പനം എന്നുള്ളതിന് ചൊല്ലുക എന്നർത്ഥം. അപ്പം നിത്യവും ആരാണോ പ്രാതഃകാലത്തിൽ ഭാവവിശുദ്ധിയോടും ഭക്തിയോടും മനസ്സിൽ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് പ്രണിധാനപൂർവവും ഈ ഗൗരീ ദശകം ചൊല്ലുന്നത്, അവന് തസ്യ അവശ്യം വിദധാതി, അവന് തീർച്ചയായിട്ടും നൽകുന്നു, കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? പർവതപുത്രീ വിദധാതി, പർവതപുത്രി കൊടുക്കുന്നു. എന്തു കൊടുക്കുന്നു? വാചാം സിദ്ധിം സമ്പദം അഗ്ര്യാം ശിവഭക്തി. 3 കാര്യങ്ങളെ കൊടുക്കുന്നു എന്നാണ്. ഏതൊക്കെ 3 കാര്യങ്ങള്? വാചാം സിദ്ധിം, അവന് വാക്സിദ്ധി ഉണ്ടാകുന്നു. അവൻ പറയുന്നതെല്ലാം സത്യമായി തീരുന്നർത്ഥം. അവൻ പറയുന്നതിനെ എല്ലാവരും സ്വീകരിക്കുമെന്നർത്ഥം. അവനിൽ എല്ലാവർക്കും വിശ്വാസമുണ്ടാകും. അല്ലേ? ആര് പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന് ജനങ്ങൾക്കൊരു വിവേകം ഉണ്ടാവണം, ഉണ്ടായിരിക്കും. ആര് പറഞ്ഞാലാണ് കൂടുതൽ വിശ്വാസ്യത, അത് തിരിച്ചറിവ് വേണം. പക്ഷെ കേരളത്തിലെ, ഭാരതത്തിലെ സമൂഹത്തിനൊന്നും അത് കുറവാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ആര് പറഞ്ഞാൽ വിശ്വസിക്കണം, ആര് പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്നത് വകതിരിവില്ല. അല്ലേ? വ്യഭിചാരിണികളും മറ്റുമൊക്കെ പറയുന്നതിനാണ് ഇവിടെ എന്താ പറയുക, സത്യമായി വിശ്വസിക്കുന്നത്. യഥാർത്ഥ സത്യനിഷ്ഠന്മാരും ധർമ്മനിഷ്ഠന്മാരുമായിട്ടുള്ള ആചാര്യ സമാനന്മാരായിട്ടുള്ള ആളുകളുടെ വാക്കുകൾക്ക് ഒരു വിലയില്ലാത്ത സമൂഹമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് തലതിരിഞ്ഞ സമൂഹം. അപ്പോൾ മര്യാദക്കാരുടെ ഇടയിൽ വാക്സിദ്ധി, അവരെ സംബന്ധിച്ച് വിശ്വാസം ഉണ്ടാകും. വാചാം സിദ്ധി സമ്പദം അഗ്ര്യാം സമ്പദം, അഗ്ര്യമായത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തുകൾ. അപ്പോൾ വേണ്ട സമ്പത്തുകളെല്ലാം, ധനം മാത്രമല്ല സമ്പത്ത്, അല്ലേ? നല്ല ഗുണങ്ങളൊക്കെ സമ്പത്താണ്. ബന്ധുബലം സമ്പത്താണ്, സ്ഥാനമാനങ്ങൾ സമ്പത്താണ്, സൗന്ദര്യം സമ്പത്താണ്, ആരോഗ്യം സമ്പത്താണ്.
വിദ്യാസമ്പത്താണ്. അപ്പോൾ അങ്ങനെയുള്ള അഗ്രിയാം സമ്പദം, ശ്രേഷ്ഠമായ എല്ലാ സമ്പത്തുക്കളും എല്ലാ ഐശ്വര്യങ്ങളും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവെല്ലാം അയാൾക്ക് വന്നു ചേരുന്നു. അഗ്രിയാം സമ്പദം. അതുപോലെ ശിവഭക്തി, ഭഗവാനിൽ ബ്രഹ്മസ്വരൂപനായ ആത്മസ്വരൂപനായ ഭഗവാനിൽ ഭക്തിയും ദേവി കൊടുക്കുന്നു എന്നാണ്. വിദ്യാസ്വരൂപിണിയായ ദേവി, പർവ്വതപുത്രിയായ പാർവതി ഗൗരി ദേവി, ഈ നിത്യവും ഗൗരീ ദശകം ചൊല്ലുന്നവർക്ക് വാക്സിദ്ധി, ശ്രേഷ്ഠങ്ങളായ സമ്പത്തുക്കൾ, ഐശ്വര്യം, അതുപോലെ ഭഗവാനിലുള്ള ഭക്തി, അധ്യാത്മനിഷ്ഠ, ഈ കാര്യങ്ങളെ അവശ്യം വിദദാതി, തീർച്ചയായിട്ടും കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് ആചാര്യ ഭഗവത്പാദരുടെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. എന്നിട്ട് അത് നിത്യവും ചൊല്ലുന്നവർക്ക് ചൊല്ലാം, അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ പ്രാതഃകാലേ ഭാവവിശുദ്ധ പ്രണിധാനാത് ഭക്ത്യാ നിത്യം ജൽപതി ഗൗരീ ദശകം യഃ വാചാം സിദ്ധിം സമ്പദമഗ്ര്യാം ശിവഭക്തിം തസ്യാവശ്യം പർവതപുത്രീ വിദദാതി. തസ്യാവശ്യം പർവതപുത്രീ വിദദാതി. അപ്പോൾ ആദ്യമേ ഫലം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമുള്ള കാര്യമെന്ന് ബോധ്യമായല്ലോ. അപ്പോൾ നമുക്കതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഗൗരീ ദശകം, ഗൗരിയെ സ്തുതിക്കുന്ന 10 ശ്ലോകങ്ങൾ, അതാണ് ഗൗരീ ദശകം. ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ലീലാലബ്ധസ്ഥാപിതലുപ്താഖിലലോകാം ലോകാതീതൈർയോഗിഭിരന്തശ്ചിരമൃഗ്യാം ബാലാദിത്യശ്രേണി സമാനദ്യുതിപുഞ്ചാം ഗൗരീമംബാമംബുരുഹാക്ഷീം അഹമീഡേ. ലീലാലബ്ധസ്ഥാപിതലുപ്താഖിലലോകാം ലോകാതീതൈർയോഗിഭിരന്തശ്ചിരമൃഗ്യാം ബാലാദിത്യശ്രേണി സമാനദ്യുതിപുഞ്ചാം ഗൗരീമംബാമംബുരുഹാക്ഷീമഹമീഡേ. ഗൗരീമംബാമംബുരുഹാക്ഷീമഹമീഡേ. അപ്പൊ ഗൗരിയാകുന്ന അംബയെ, അംബുരുഹാക്ഷിയെ അഹം ഈഡേ, ഞാൻ സ്തുതിക്കുന്നു. ഈഡേ എന്നുള്ളത് സ്തുതിക്കുന്നു ആണ്. ഈളനം, ഈഡനം, ഇത് രണ്ടും ലടയോർ അഭേദ. അഗ്നിമീളേ പുരോഹിതം എന്നാണ് ലോകത്തിൽ ആദ്യത്തെ സാഹിത്യം ആരംഭിച്ചത്. ലോകത്തിൽ ആദ്യത്തെ സാഹിത്യം ഏതാണ്? ഏറ്റവും പ്രാചീനമായ ഋഗ്വേദം. ആ ഋഗ്വേദം തന്നെ ആരംഭിക്കുന്നത് സ്തുതിയോട് കൂടിയിട്ടാണ്, അഗ്നിയെ സ്തുതിച്ചുകൊണ്ട്, വഴികാട്ടിയായ അഗ്നിയെ സ്തുതിച്ചുകൊണ്ട്, സത്യത്തിലേക്ക് വഴികാട്ടുന്ന പ്രകാശസ്വരൂപമായ അഗ്നിയെ സ്തുതിച്ചുകൊണ്ട്. അഗ്നിം ഈളേ പുരോഹിതം എന്ന്. ആ ഈളേ എന്നുള്ളത് ഈടേ തന്നെയാണ്. ഈളേ ഈടേ രണ്ടും ലഡയോർ അഭേദ. ളായും ഡായും ഒരുപോലെ പ്രയോഗിക്കാം, ഭേദമില്ലാതെ പ്രയോഗിക്കാം. അപ്പോൾ അഹം ഈഡേ, ഞാൻ സ്തുതിക്കുന്നു, ഞാൻ ഐ ഡു പ്രൈസ്, ഐ ഡു വർഷിപ്പ്. ആരെ? ഗൗരീം അംബാം, ഗൗരിയാകുന്ന ജഗദംബയെ. എൻ്റെ അമ്മയുമാണ്, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയുമാണ്. അംബുരുഹാക്ഷിയാണ്, സുന്ദരിയാണ്, താമരക്കണ്ണിയാണ് എന്നർത്ഥം. ആ താമരക്കണ്ണിയായ ദേവിയെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3 വരികൾ ആ ഗൗരിയെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ. ലീലാലബ്ധസ്ഥാപിതലുപ്താഖിലലോകാം, 1. ലോകാതീതൈർയോഗിഭിരന്തശ്ചിരമൃഗ്യാം, 2. ബാലാദിത്യശ്രേണി സമാനദ്യുതിപുഞ്ചാം, 3 വിശേഷണങ്ങളെ കൊണ്ട് ഗൗരീമംബാമംബുരുഹാക്ഷീമഹമീഡേ. ഇവിടെ ഗൗരീം എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണ്, ഏകവചനമാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള വിശേഷണങ്ങളെയും കാണാൻ. അപ്പോൾ അതാണ്
ദ്വിതീയ വിഭക്തിയിലുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ വിശേഷണങ്ങളായി അന്വയിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ വരി ലീലാലബ്ധ സ്ഥാപിത ലുപ്ത അഖില ലോകാം. എന്താ അർത്ഥം? വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രയോഗം. ദേവി അഖില ലോകാം എന്ന് പറഞ്ഞു. അഖില ലോകങ്ങളെയും ലീലയായിട്ട് എന്ത് ചെയ്യുന്നു? 3 കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ലബ്ധ 1, സ്ഥാപിത 2, ലുപ്ത 3. പുതിയ പ്രയോഗങ്ങളാണ്, എവിടെയും കേട്ടിട്ടില്ലാത്ത പ്രയോഗങ്ങളാണ്. എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള 3 കാര്യങ്ങളെ, 3 ദേവിയുടെ ക്രിയകളെ ലീലയായിട്ട് പറഞ്ഞു. ആ പദങ്ങൾക്ക് പുതിയൊരു പദം നമുക്ക് തന്നു. എന്താണ്? ലബ്ധം എന്ന് പറഞ്ഞാൽ ലഭിക്കപ്പെടുന്നത്. അപ്പോൾ സൃഷ്ടി എന്നതിനെ സൂചിപ്പിക്കാൻ ലബ്ധം എന്ന പദവും, സ്ഥിതി എന്നതിനെ സൂചിപ്പിക്കാൻ സ്ഥാപിതം എന്ന പദവും, ലയം എന്നുള്ളതിനെ, പ്രളയം എന്നുള്ളതിനെ, സംഹാരം എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ ലുപ്തം എന്നുള്ള പദവും. ലബ്ധം എന്ന് പറഞ്ഞാൽ അവൈലാവുകയാണ്, അല്ലേ? അൺഅവൈലബിൾ ആയിരുന്നത് അവൈലബിൾ ആക്കുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സൃഷ്ടി എന്ന വാക്കിന് സംസ്കൃതത്തിൽ അർത്ഥവും മറഞ്ഞു കിടന്നതിനെ പ്രകാശിപ്പിക്കുക എന്നതാണ്. അവ്യക്തം വ്യക്തമാകുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. സർജനം എന്നാണ് അതിൻ്റെ ധാതു. സൃജ് ധാതുവിൽ നിന്നാണ് സൃഷ്ടി എന്ന നാമം ഉണ്ടാകുന്നത്. സൃഷ്ടി എന്ന പ്രക്രിയയ്ക്ക് ആ സൃഷ്ടി എന്ന രൂപമുണ്ടായത് സൃജ എന്ന ധാതുവിൽ നിന്നാണ്. സർജതി അല്ലെങ്കിൽ സൃജതി, സൃജതി സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സർജനം എന്ന് പറഞ്ഞാൽ ടു മാനിഫെസ്റ്റ്, ടു എക്സ്പ്രസ് എന്നാണ് അർത്ഥം. അവൈലബിൾ ആയിരുന്നത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. മറഞ്ഞു കിടന്നതിനെ പ്രകാശിപ്പിക്കുക എന്നതാണ് സർജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലബ്ധം എന്നുള്ള പദം ഇവിടെ സൂട്ടബിൾ തന്നെയാണ്. അപ്പോൾ ലീല കൊണ്ട് അവൈലബിൾ ആക്കുന്ന അഖില ലോകങ്ങളോട് കൂടിയവളും, അഖില ലോകങ്ങളെയും ദേവി ലീലയായിട്ട് അവൈലബിൾ ആക്കുന്നു. ഇതാ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇന്ദ്രജാലക്കാരൻ എങ്ങനെയാണോ തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് അവർ പ്രതീക്ഷിക്കാത്ത പലതും പ്രകാശിപ്പിക്കുന്നത്. അതൊരു ലബ്ധിയാണല്ലോ, അല്ലേ? അനുപലബ്ധമായതിനെ ലബ്ധമാക്കുന്ന പ്രക്രിയയാണ് ഒരു മാജിക്, അതുപോലെ ഒരു സൃഷ്ടി. അപ്പോൾ ലീല കൊണ്ട് ലബ്ധമായ അഖില ലോകങ്ങളോട് കൂടിയവളും, അതുപോലെ സ്ഥാപിത ശബ്ദത്തിന് സ്ഥിതി എന്നർത്ഥം. സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. അത് സ്ഥിതി തന്നെയാണ്. അപ്പോൾ സ്ഥാപിതം ലീലയാ സ്ഥാപിത അഖില ലോകം. ആരാൽ ചെയ്യപ്പെടുന്നുവോ അവൾ ലീലാ സ്ഥാപിത അഖില ലോകാം. അഖില ലോക എന്ന പ്രഥമ വിഭക്തി അതിനെ ദ്വിതീയയിലാക്കുമ്പോൾ ലോകാം എന്നായി മാറുന്നു. അപ്പോൾ ലീല കൊണ്ട് നിലനിർത്തുന്ന മുഴുവൻ ലോകങ്ങളോടും കൂടിയവൾ. അപ്പോൾ ദേവിക്ക് ഈ ലോകത്തെ നിലനിർത്താൻ ഒരു പ്രയാസവുമില്ല. ലീലയാണ്, കളിയാണ് എന്നർത്ഥം, ക്രീഡയാണ്. അല്ലാതെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന പോലെ. നമുക്ക് ഇവിടെ മെയിൻ്റനൻസ് വലിയ പാടാണ്. നമ്മൾ നമ്മുടെ ശരീരം തൊട്ട് നമ്മൾ നേടിയ ഓരോന്നിനെയും നിലനിർത്താൻ പാടുപെടുമ്പോൾ ദേവിക്ക് ഈ പ്രപഞ്ചം തന്നെ നിലനിർത്തുന്നത് ലീലയാണ് എന്നർത്ഥം. സങ്കല്പമാത്രേണ എല്ലാം നിലനിർത്തുന്നു. അപ്പോൾ ലീലാ സ്ഥാപിത അഖില ലോകം. അതുപോലെ ലുപ്തമാവുക എന്ന് പറഞ്ഞാൽ ലോപിച്ചു പോവുകയാണ്. ലോപം എന്ന് പറഞ്ഞാൽ ക്ഷയം, നാശം എന്നൊക്കെ അർത്ഥമുണ്ട്. കുറഞ്ഞു പോവുക എന്നർത്ഥമാണ്. ഇല്ലാതെയാവുക എന്നും അർത്ഥം. അപ്പോൾ ലീല കൊണ്ട് ലുപ്തമാകുന്ന അഖില ലോകത്തോടു കൂടിയവളും, അഖില ലോകങ്ങളെയും ലുപ്തമാക്കുന്നവൾ ലീലയായിട്ട്. അപ്പോൾ ദേവിക്ക് ഈ പ്രപഞ്ച സൃഷ്ടിയോ അതിൻ്റെ പരിപാലനമോ അതിൻ്റെ സംഹാരമോ ഒരു പ്രയാസവുമുള്ളതല്ല, ലീല മാത്രമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കണം. അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി, അഖിലാണ്ഡ കോടി ബ്രഹ്മാണ്ഡ നായകി എന്നൊക്കെ ആ പറയുന്ന പ്രയോഗമാണ് ഇവിടെ. ലീലാലബ്ധ സ്ഥാപിത ലുപ്താഖില ലോകാം.
പുതിയ 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 പ്രയോഗങ്ങളാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ വൊക്കാബുലാറി ഡെവലപ്പ് ചെയ്യാം അല്ലേ. ശങ്കരസ്തുതികൾ പഠിക്കുന്നതിലൂടെ സംസ്കൃതത്തിലുള്ള നമ്മുടെ വാക്കുകളെക്കുറിച്ചിട്ടുള്ള അറിവ്, പുതിയ പുതിയ വാക്കുകൾ, നമ്മുടെ വാക് സമ്പത്ത് വർദ്ധിപ്പിക്കാം. ലീലാലബ്ധസ്ഥാപിതലുപ്താഖിലലോകാം ലോകാതീതൈർയോഗിഭിരന്തശ്ചിരമൃഗ്യാം. അടുത്ത വിശേഷണം, ദേവി ചിരമൃഗ്യയാണ്. മൃഗ്യ എന്ന് പറഞ്ഞാൽ തെരയപ്പെടുന്നവളേ എന്നാണ്. അപ്പം മൃഗ്യ എന്ന് പ്രഥമ, തെരയപ്പെടുന്നവൾ, മാർഗണം ചെയ്യപ്പെടുന്നവൾ. മൃഗയതി എന്ന് പറഞ്ഞാൽ തെരയുന്നു എന്നാണ്. മൃഗം എന്ന് പറഞ്ഞാൽ തെരഞ്ഞു നടക്കുന്ന സാധനം, അതാണ് മൃഗം അല്ലേ. ആഹാരം, ഇണ, സുരക്ഷിതത്വം, ഈ 3 കാര്യങ്ങളെയും തെരഞ്ഞു നടക്കുന്ന ജന്തുക്കളുടെ പേരാണ് മൃഗം. അവർ തെരഞ്ഞു നടക്കുക തന്നെയാണ് എപ്പോഴും. എന്താ തെരയണ ചോദിച്ചാൽ ഒന്നുകിൽ ഭക്ഷണം, അല്ലെങ്കിൽ ഇണയെ തെരയാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനം തിരയുകയാണ്. ഇത് 3 തെരഞ്ഞുകൊണ്ട് നടക്കുന്ന ജന്തുക്കളുടെ പേരാണ് മൃഗം. മൃഗയതീതി മൃഗ. ഓൾവേസ് സെർച്ചിങ് ഫോർ ഫുഡ് ഓർ സെക്യൂരിറ്റി ഓർ എ മേറ്റ്, ഒരു കമ്പാനിയൻ, അതിന് തെരഞ്ഞു നടക്കുന്നത് കൊണ്ട് ജന്തുക്കൾ മൃഗങ്ങൾ. അപ്പോൾ ഇവിടെ ദേവിയും മാർഗണം ചെയ്യപ്പെടുന്നു, തെരയപ്പെടുന്നു. ആരാൽ? എത്ര കാലം? ചിരം മൃഗ്യ, എപ്പോഴും തെരയപ്പെടുന്നു. എവിടെ തെരയപ്പെടുന്നു? അന്തഃ, ഉള്ളിൽ തെരയപ്പെടുന്നു. ആരാൽ? യോഗിഭിഹി. യോഗിഭിഹി അന്തഃ ചിരമൃഗ്യ, യോഗികളാൽ ഉള്ളിൽ ചിരകാലമായി തെരയപ്പെടുന്നവൾ. എങ്ങനെയുള്ള യോഗിഭിഹി? ലോകാതീതൈഹി, ലോകാതീതരായ യോഗികളാൽ. ലോകാതീതർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല എന്നർത്ഥം. നമ്മളൊക്കെ ലൗകികന്മാരാണ് എന്ന് പറഞ്ഞാലോ, നമ്മളൊക്കെ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും സത്യത്വം കൊടുത്ത് ഒന്നിലും വൈരാഗ്യമില്ലാതെ എല്ലാറ്റിൻ്റെയും പുറകെ ഓടി നടക്കുന്നവരാണ്. ഇവിടെ ഈ യോഗികളാകട്ടെ അവർക്ക് ലോകത്തിലുള്ള ഒന്നും വേണ്ട. ഈ ലോകത്തിൽ കാണുന്നതും കേട്ടതുമായിട്ടുള്ള ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നതാണ്. അപ്പൊ കാണപ്പെടുന്നതിനെ അതിക്രമിച്ചവരാണ് ലോകാതീതരൻ. ഈ കാണപ്പെടുന്ന ഈ ലോകം സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ പോകാതെ കാണാത്ത ആ സത്യത്തെ എവിടെ തിരയുന്നു? ഉള്ളിൽ തിരയുന്നു. കാണാത്ത സത്യത്തെ യോഗിഭിഹി ചിരമൃഗ്യാം, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ബാക്കിയുള്ള മൂഢജനങ്ങളെല്ലാം ബഹിർമുഖരായി ലോകത്തിൽ പരതിക്കൊണ്ട് നടക്കുകയാണ്. വിഷയങ്ങളുടെ പുറകെ സുഖം അന്വേഷിച്ചുകൊണ്ട് ലോകത്തിൽ അലഞ്ഞു തിരിയുമ്പോൾ, ഇവിടെ ഒരു കൂട്ടര് ലോകത്തെ വിട്ട് ലോകത്തിൽ താല്പര്യമില്ലാതെ, കാരണം ലോകം നശ്വരമാണ് എന്നറിഞ്ഞുകൊണ്ട്, അനിത്യം അസുഖം ലോകം എന്ന് ബോധ്യം വന്നുകൊണ്ട് അവർ ലോകാതീതരായി, ദേ ട്രാൻസെൻഡഡ് ദ വേൾഡ്. അവർ ഈ ലോകത്തെ അതിക്രമിച്ചു, അവരതിനെ കവച്ചു വെച്ചു. ഇതൊന്നും പരിഗണന അർഹിക്കുന്നില്ല, നമ്മുടെ പ്രയത്നം ഡിസർവ് ചെയ്യുന്നില്ല, ഇതൊന്നും പ്രയത്നമില്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ്, അതിനുവേണ്ടി ഇത്ര പെടാപ്പാടൊന്നും പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരതിനെ അതിക്രമിച്ചുകൊണ്ട് ലോകാതീതരായിക്കൊണ്ട്, അങ്ങനെയുള്ള യോഗികളാൽ ഉള്ളിൽ ചിരമൃഗ്യാം. അപ്പോൾ അവര് വിവേകികളാണ്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്നൊക്കെ പറയുന്ന ആ തലത്തിലേക്ക് എത്തിയ ആളുകളാണ്. ഇനി അവര് എന്താ പറയുക, ബഹിർമുഖതയെ ഉപേക്ഷിച്ച് കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ചൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടികർത്താവ് ബഹിർമുഖമായി സൃഷ്ടിച്ച് നശിപ്പിച്ചു. അത് പുറത്തേക്ക് തിരിഞ്ഞായിരിക്കുന്നത്, അതിന് പുറത്തുള്ളത് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു ഡിസബിലിറ്റിയാണ്. നമ്മളൊക്കെ ഡിസേബിൾഡ് ആണ്, നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ഡിസബിലിറ്റിയെ.
എന്താ ഡിസബിലിറ്റി? നമുക്ക് പുറത്തുള്ളത് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഉള്ളിലുള്ളതൊന്നും കാണാനുള്ള കഴിവ് നമുക്കില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ കഴിയില്ല. നമ്മുടെ കണ്ണിന് പുറത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ചെവിക്ക് പുറത്തുള്ളത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാവിന് പുറത്തുള്ളതേ രുചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒക്കെ ബഹിർമുഖങ്ങളാണ്. പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂഹു. സ്വയംഭൂ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ നമ്മുടെ ഖാനി ഇന്ദ്രിയാണി പരാഞ്ചി വ്യതൃണത് പരാങ്മുഖങ്ങളായി നശിപ്പിച്ചു. ഹി ക്രിയേറ്റഡ് ഉൾട്ടാ, റിവേഴ്സായിട്ടാണ് തിരിച്ചു വെച്ചത്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റി മൂപ്പർക്ക്, ഒരു കൈ അബദ്ധം പറ്റി മൂപ്പർ എന്ത് ചെയ്തു? എല്ലാറ്റിനെയും പുറത്തേക്ക് തിരിച്ചു വെച്ചു. തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ളത് കാണാനേ പറ്റുന്നുള്ളൂ, ഉള്ളിലുള്ള ആത്മാവിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഈ ലോകത്തിലെ മൂഢജനങ്ങൾ മുഴുവൻ. മോഹിതരാണവർ, അങ്ങനെ ബഹിർമുഖരായി അലഞ്ഞു തിരിയുകയാണ്. എന്നാൽ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത്. ഒരു ധീരൻ, ഒരു വിവേകി, ബുദ്ധിയിൽ രമിക്കുന്നവൻ, ബുദ്ധിയെ നല്ലപോലെ ഉപയോഗിക്കുന്നവൻ, അങ്ങനെ ഒരുവൻ പ്രത്യേകാത്മാനമൈക്ഷത് അന്തരാത്മാവിനെ ഈക്ഷിക്കുന്നു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു. ചക്ഷുവിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട്, കണ്ണിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട്, റിവേഴ്സാക്കിയിട്ട്, കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. നാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയും, ആ കണ്ണുകൾ അഞ്ചിന്ദ്രിയങ്ങളും ഉള്ളടക്കി ഉള്ളിലേക്ക് തിരിച്ച് തെരുതര വീണു വണങ്ങി ഓതിടേണം. ഏതിനെ? ആ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ, ആ പൊരുളിനെ. അതാണ് ഇവിടെ ദേവി. അതാണ് ലോകാതീതർ യോഗിഭിഹി അന്തശ്ചിരമൃഗ്യാം. ഉള്ളിൽ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്വേഷണം ചെയ്യപ്പെടുന്നവളാണ് ഈ ദേവി. ബാലാദിത്യശ്രേണി സമാനദ്യുതി പുഞ്ചാം. ദേവിയുടെ എന്താ പറയുക, രൂപത്തിൻ്റെ ആ ഒരു ശോഭയെ, സൗന്ദര്യത്തെ ഒരു സൂചന തരികയാണ് ഈ പദം. അപ്പോൾ ദേവി ബാലാദിത്യ ശ്രേണി സമാന ദ്യുതിപുഞ്ചയാണ്. ദ്യുതിപുഞ്ചം എന്ന് പറഞ്ഞാൽ ശോഭ, ദ്യുതി കാന്തി, അത് പുഞ്ചം സമൂഹം. അപ്പോൾ ശോഭാ സമൂഹത്തോടു കൂടിയവൾ. എങ്ങനെയുള്ളത്? ബാലാദിത്യ ശ്രേണി സമാന ദ്യുതിപുഞ്ചം. ബാലാദിത്യൻ, ബാലസൂര്യൻ, ഉദയസൂര്യൻ, അരുണവർണം, അതാണ് ബാലാദിത്യൻ. ചുവന്ന സൂര്യനാണ് അല്ലേ? സിന്ദൂരാരുണ വിഗ്രഹാം അരുണാം കരുണാതരംഗിതാക്ഷീം ഉദ്യദ്ഭാനു സഹസ്രാഭ. അങ്ങനെ അനേക പദങ്ങളെ കൊണ്ട് അല്ലേ? നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. തൻ്റെ അരുണപ്രഭാപൂരം കൊണ്ട് ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളെ ചുവപ്പിക്കുന്നവൾ. തൻ്റെ കാന്തി പ്രസരം കൊണ്ട് എല്ലാറ്റിനെയും ചുവപ്പിക്കുന്നവളാണ്. അപ്പോൾ ഇവിടെ ബാലാദിത്യ ശ്രേണി. ശ്രേണി എന്ന് പറഞ്ഞാലോ നിരകണക്കിൽ, അനേകം കോടിക്കണക്കിന് ഉദയസൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കും പോലെ. അതാണ് സമാന ദ്യുതി പുഞ്ചാം. കോടി സൂര്യ സമപ്രഭയാണ് ഇവിടെ. സൂര്യ സമപ്രഭ എന്ന് പറഞ്ഞാൽ ബാലസൂര്യ സമപ്രഭ. ബാലാദിത്യ ശ്രേണി, ശ്രേണി നിരയാണ്, കൂട്ടമാണ്. അതിൻ്റെ സമാനമായിട്ടുള്ള ദ്യുതി, സമാന കാന്തി, അതിൻ്റെ പുഞ്ചം, സമൂഹത്തോടു കൂടിയവൾ, ശോഭാപുഞ്ചത്തോടു കൂടിയവൾ. അപ്പോൾ അനവധി ഉദയസൂര്യന്മാരുടെ ശോഭയ്ക്ക് തുല്യമായ ശോഭാപുഞ്ചത്തോട് കൂടിയവൾ, അരുണവർണ്ണയായിരിക്കുന്നവൾ ആ ഗൗരിയെ. ഈ വെളുപ്പ് അരുണവർണ്ണം കലർന്ന വെളുപ്പാണ്. അങ്ങനെയുള്ള ഗൗരിയെ, അംബയെ, ജഗദംബയെ, ലോകത്തിൻ്റെ മുഴുവൻ മാതാവിനെ, എൻ്റെയും അംബയെ, ആ അമ്പുരുഹാക്ഷിയെ, താമര കണ്ണിയെ അഹം ഈടേ ഞാൻ സ്തുതിക്കുന്നു. മനോഹരമായിട്ടുള്ള 3 വിശേഷണങ്ങൾ.
ലീലാലബ്ധസ്ഥാപിതലുപ്താഖിലലോകാം ലോകാതീതൈർയോഗിഭിരന്തശ്ചിരമൃഗ്യാം ബാലാദിത്യശ്രേണിസമാനദ്യുതിപുഞ്ചാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ പ്രത്യാഹാരധ്യാനസമാധിസ്ഥിതിബാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തീം നിത്യ സത്യജ്ഞാനാനന്ദമയീം താം തനുരൂപാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ പ്രത്യാഹാരധ്യാനസമാധിസ്ഥിതിബാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തീം സത്യജ്ഞാനാനന്ദമയീം താം തനുരൂപാം ഗൗരീമംബാമംബുരുഹാക്ഷീം അഹമീഡേ ഗൗരീമംബാമംബുരുഹാക്ഷീം അഹമീഡേ. അപ്പോൾ ഗൗരീം അംബാം അംബുരുഹാക്ഷീം അഹമീഡേ, ഗൗരിയാകുന്ന താമര കണ്ണിയായ അമ്മയെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഇതിൽ എത്ര വിശേഷണമുണ്ട് വെച്ചാൽ ആദ്യത്തെ 2 വരികളും ചേർന്ന് ഒരു വിശേഷണമാണ്. അവിടെ കലയന്തീം എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്ന പദം. ബാക്കിയുള്ളതെല്ലാം അതിനോട് കണക്ട് ചെയ്തതാണ്. പ്രത്യാഹാരധ്യാന സമാധിസ്ഥിതി ബാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തീം. അതുവരയ്ക്ക് ഒരു ഫ്രേസാണത്. അതൊന്നിച്ച് പറയേണ്ടതാണ്, അന്വയിക്കേണ്ടതാണ്. കാരണം ആ സ്ഥിതി ബാജാം എന്നുള്ളത് ദ്വിതീയ വിഭക്തി അല്ല, അത് ഷഷ്ടി ബഹുവചനമാണ്. അപ്പോൾ ദ്വിതീയ വിഭക്തി സ്ത്രീലിംഗം കിട്ടണം നമുക്ക് ദേവിയുടെ വിശേഷണമായിട്ട് എടുക്കാൻ. അത് കലയന്തി എന്നുണ്ട്, കാഷ്ടാന്നുണ്ട്. ദ്വിതീയ വിഭക്തിയാണ്, സ്ത്രീലിംഗമാണ്, ഏകവചനമാണ് കാഷ്ടാം എന്നുള്ളത്. പക്ഷെ ഇവിടെ കലയന്തി എന്നുള്ളതിൻ്റെ കണക്റ്റഡാണ് നിർവൃതി കാഷ്ടാം കലയന്തി, നിർവൃതി കാഷ്ടയെ ചെയ്യുന്നവൾ എന്നർത്ഥത്തിലാണ് അവിടെ എടുക്കേണ്ടത്. പിന്നെ അടുത്ത വിശേഷണമോ, അവർ ആദ്യത്തെ 2 വരി ചേർത്തൊരു വിശേഷണം. പിന്നെ സത്യജ്ഞാനാനന്ദമയീം രണ്ടാമത്തെ വിശേഷണം. താം എന്നുള്ളത് പിന്നെ കോമൺ ആയിട്ടുള്ളൊരു സർവനാമ ശബ്ദമാണ്. തനുരൂപാം അത് 3ാമത്തെ വിശേഷണം, തനുരൂപാം. അപ്പം ഇങ്ങനെ 3 വിശേഷണങ്ങളെ കൊണ്ട് ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ എന്ന് സ്തുതിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 2 വരികൾ ചേർത്ത് ഒന്നിച്ച് പറയണം. പ്രത്യാഹാരധ്യാന സമാധിസ്ഥിതി ബാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തി. അപ്പോൾ ആരാണവിടെ? പ്രത്യാഹാരം, ധ്യാനം, സമാധി, സ്ഥിതി, അങ്ങനെയുള്ള അതിനെ ഭജിക്കുന്നവർ, സേവിക്കുന്നവർ നർത്തം. അപ്പോൾ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നവർക്ക് എന്നാണ് ഈ പ്രയോഗം. അഷ്ടാംഗയോഗത്തിലെ അവസാനത്തെ 4 സ്റ്റേജുകളാണ്, 4 അംഗങ്ങളാണ് പ്രത്യാഹാരം, ധ്യാനം, സമാധി മുതലായത്. പ്രത്യാഹാരം പറയുമ്പോൾ ധാരണ, ധ്യാനം, സമാധി ഒക്കെ വന്നു. അതിനു മുമ്പുള്ളത് യമം, നിയമം, ആസനം, പ്രാണായാമം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരിക. അപ്പോൾ അതും ഇൻക്ലൂഡഡായി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ 1ാം ക്ലാസ് പഠിച്ചോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് 10ാം ക്ലാസ്സിൽ എത്തിയത്. അപ്പം അതുപോലെ പ്രത്യാഹാര ധ്യാന സമാധി സ്ഥിതി ബാജാം എന്ന് പറയുമ്പോൾ പ്രത്യാഹാരം, ധ്യാനം, സമാധി സ്ഥിതി എന്നിവയെ ഭജിക്കുന്നവർക്ക്, എന്നിവയെ സേവിക്കുന്നവർക്ക്, വൺ ഹൂ അണ്ടർഗോ ദിസ് അഷ്ടാംഗ യോഗ പ്രോസസ് എന്നർത്ഥം. അപ്പോൾ യമം നിയമാദികൾ അനുഷ്ഠിച്ച് പ്രാണായാമം അല്ലെങ്കിൽ ആസന ജയം നേടി പ്രാണായാമത്തിലൂടെ ചിത്ത നിശ്ചലത സ്ഥാപിച്ച് പിന്നീട് ധാരണ, ധ്യാനം, സമാധി എന്നിവ അഭ്യസിക്കുന്നവർ എന്നർത്ഥം. അവർക്ക് സ്ഥിതി ബാക്ക് എന്നത്
പ്രഥമ ഏകവചനം, അവരുടെ ഷഷ്ടി ബഹുവചനമാണ് സ്ഥിതി ഭാജാം. അങ്ങനെ ഭജിക്കുന്നവർക്ക്, ആ സമാധിസ്ഥിതിയെ, ധ്യാനാവസ്ഥയെ ഒക്കെ സേവിക്കുന്നവർക്ക്, അഷ്ടാംഗയോഗ അഭ്യാസം ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള യോഗീന്ദ്രന്മാർക്ക് നിത്യം ചിത്തേ, നിത്യം എല്ലായ്പ്പോഴും ചിത്തത്തിൽ, അവരുടെ ഹൃദയത്തിൽ നിർവൃതി കാഷ്ടാം കലയന്തി, നിർവൃതിയുടെ കാഷ്ടയെ ചെയ്യുന്നവളും ചേർത്ത് വെക്കുന്നവളും. കലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിവെക്കലാണ്, യോജിപ്പിക്കലാണ്. അപ്പൊ നിർവൃതി കാഷ്ടയെ യോജിപ്പിക്കുന്നവൾ. നിർവൃതി കാഷ്ട എന്ന് പറഞ്ഞാൽ നിർവൃതി നിറമാണ്, ആനന്ദമാണ്. ആനന്ദത്തിന്റെ കാഷ്ട, പരമകാഷ്ട, ആ ഒരു എക്സോൾട്ടഡ് ആയിരിക്കുന്ന ഒരവസ്ഥ, സുപ്രീമായിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് കാഷ്ട എന്ന് പറയുന്നത്. കാഷ്ട, സാ കാഷ്ട എന്ന് പറഞ്ഞാൽ ദ പീക്ക് എന്നർത്ഥമാണ്. കാഷ്ട എന്നുള്ളതിന് ആക്മേ, പീക്ക് എന്നൊക്കെയാണ് അർത്ഥം പറയുക. അപ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ പരമകാഷ്ട, ആനന്ദത്തിൻ്റെ പരമകാഷ്ടയെ കലയന്തീം, ചെയ്യുന്നവളായിരിക്കുന്നവളേ. കലയന്തീ എന്നത് ഈകാരാന്ത സ്ത്രീലിംഗം ഏകവചനം, അതിൻ്റെ ദ്വിതീയ വിഭക്തിയാണ് കലയന്തീം, അവളെ എന്ന് പറയാം. അപ്പോൾ ദേവിയെ എന്നർത്ഥം. അപ്പോൾ ദേവി എന്താ ചെയ്യണത്? അഷ്ടാംഗയോഗം അഭ്യസിച്ച് നിത്യവും ചിത്തത്തിൽ പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്ന, അങ്ങനെ അവർക്ക്, യോഗികൾക്ക് അനുഭവിപ്പിക്കുന്നവളും എന്നർത്ഥം. അനുഭവിപ്പിക്കുന്നവളായ ഗൗരിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. അപ്പോൾ ദേവിയാണ് ഈ അനുഗ്രഹം കൊടുക്കുന്നത്. ഈ അഷ്ടാംഗ യോഗം അഭ്യസിക്കുന്ന യോഗികൾക്കെല്ലാം അവരുടെ ഹൃദയത്തിൽ ആ നിർവൃതി കാഷ്ടയെ നൽകുന്നവൾ ദേവിയാണ്, ആനന്ദത്തെ നൽകുന്നവൾ ദേവിയാണ് എന്ന് താല്പര്യം. പ്രത്യാഹാരധ്യാന സമാധിസ്ഥിതി ഭാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തീം, അതൊരു വിശേഷണം. പിന്നെ സത്യജ്ഞാനാനന്ദമയീം, ദേവി അതേസമയം സ്വയം സത്യജ്ഞാന ആനന്ദമയിയാണ്. സത്യം എന്നത് സത്ത്, ജ്ഞാനം എന്നത് ചിത്ത്, ആനന്ദം എന്നത് ആനന്ദം. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപിണിയാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അത് തന്നെയാണ് ദേവി. ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. ദേവി തന്നെയാണ് സ്വയം സച്ചിദാനന്ദം. അതേ ദേവി തന്നെയാണ് അനുഗ്രഹിച്ച് ഈ സച്ചിദാനന്ദ അനുഭവത്തെ ഈ സാധകന്മാർക്ക്, യോഗികൾക്ക് നൽകുന്നവളും. അപ്പൊ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ യോഗികൾ ഇത് അനുഭവിക്കുന്നത്. ദേവി സ്വയം ആ ആനന്ദമാണ് താനും, ആനന്ദ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. കാരണം ദേവി ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവർക്കുള്ളതാണ് ഈ ആനന്ദാനുഭവം. അത് ഉപനിഷത്ത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം എന്ന് ഉപനിഷത്ത് വ്യക്തമായി പറയുന്നുണ്ട്. നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാന ബഹുധാ ശ്രുതേന യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. മുണ്ടകോപനിഷത്ത് പറയുന്നു, നായമാത്മാ പ്രവചനേന ലഭ്യ അയമാത്മാ പ്രവചനേന ന ലഭ്യ. ഈ ആത്മാ പ്രവചനം കൊണ്ട് ലഭിക്കില്ല. നല്ല പണ്ഡിതനാണ്, വാക്സാമർത്ഥ്യമുണ്ട്, വലിയ പ്രഭാഷണ ചാതുര്യമുണ്ട്, ആളുകളെയൊക്കെ കയ്യിലെടുക്കാനും സന്തോഷിപ്പിക്കുവാനുള്ള കഴിവുണ്ട്, നല്ല പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വലിയ പ്രഭാഷകനായതുകൊണ്ടൊന്നും ആത്മ സാക്ഷാത്കാരം ലഭിക്കില്ല. നയമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ, വലിയ ബുദ്ധിമാനായതുകൊണ്ടും ലഭിക്കില്ല. ന ബഹുധാ ശ്രുതേന, ഒരുപാട് വേദങ്ങൾ കാണാപ്പാഠം പഠിച്ചു, എൻസൈക്ലോപീഡിയയാണ്, വേദത്തെ ഘനപാഠം ചെയ്ത് താഴത്തുനിന്ന് മുകളിലോട്ടും മുകളിന്ന് താഴോട്ടും ഒക്കെ ഇഷ്ടം പോലെ ചൊല്ലും. ആയിട്ടില്ല. അതൊന്നും എലിജിബിലിറ്റി അല്ല. എന്തിന്? ഈ ആത്മസാക്ഷാത്കാരത്തിന്. പിന്നെയോ യം ഏവ ഏഷ വൃണുതേ, ഏഷഃ ആത്മാ യമേവ വൃണുതേ, ഈ ആത്മാ ആരെ വരിക്കുന്നുവോ, ആരെ തെരഞ്ഞെടുക്കുന്നുവോ
അപ്പോൾ അതിനെന്താ ക്രൈറ്റീരിയ? ഈ തിരഞ്ഞെടുക്കാൻ വല്ല ക്രൈറ്റീരിയ ഉണ്ടോ? അതോ പക്ഷപാതപരമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ ഭാര്യമാരെയൊക്കെ ഉദ്യോഗങ്ങളിൽ നിയമിക്കുന്ന പോലെ ഈ ബ്രഹ്മം ആളുകളെ തിരഞ്ഞെടുക്കുകയാണോ? അല്ലേ അല്ല. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയും വിനയവുമാണ്, നമ്മുടെ അന്ധകരണ ശുദ്ധിയാണ്. അതാണ് നമ്മുടെ എലിജിബിലിറ്റി. ഇവിടെ ഭഗവാൻ നമ്മെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആ നിഷ്കളങ്കത, അന്ധകരണ ശുദ്ധിയാണ്, വിനയമാണ്, ഭക്തിയാണ്. അപ്പം ആരിൽ ഈ ഭക്തിയും വിനയവും അന്ധകരണ ശുദ്ധിയുമുണ്ടോ അവരെ തിരഞ്ഞെടുക്കുന്നു. ആര്? ആത്മാ. എന്നിട്ടോ തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. തസ്യ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, ഏഷ ആത്മാ, ഈ ആത്മാവ്, സ്വാം തനും വിവൃണുതേ, അതാണ് കേട്ടോ എൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തുറന്നു കൊടുക്കുന്നു ആത്മാ. അല്ലാതെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനമല്ല ഇത്. ഇത് അകത്തുനിന്നാ പൂട്ടിട്ടിരിക്കുന്നത്. ആത്മാ അകത്തുനിന്നാണ് പൂട്ടിട്ടിരിക്കുന്നത്. ആത്മാ തുറന്നാലേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. നമ്മളായിട്ട് പുറത്തുനിന്ന് തുറന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. അതിന് ആത്മാ സമ്മതിക്കണം, അല്ലേ? നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തേക്ക് ആര് പ്രവേശിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. പുറത്ത് വന്നിട്ട് ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ നിങ്ങൾ ജനലിലൂടെ നോക്കും ആരാണെന്ന്. ഉള്ളിൽ കയറാൻ അർഹതയുള്ളവരെ മാത്രമേ നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ പുറത്ത് നിൽക്കട്ടെ, പൊക്കോട്ടെ. അതുപോലെ ഈ ആത്മാ തൻ്റെ ശ്രീകോവിലിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, അതിന് ചില യോഗ്യതകൾ വേണം. അതാണ് ഭക്തി, വിനയം, നിഷ്കളങ്കത. ഈ മൂന്നാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ. അല്ലാതെ വേറെ പാണ്ഡിത്യമോ പ്രഭാഷണ ചാതുര്യമോ എന്താ പറയുക, വേറെ ഏതെങ്കിലും പ്രത്യേക യോഗ്യതകളോ അല്ല. ബ്രാഹ്മണനാവണമെന്നോ സന്യാസിയാവണമെന്നോ, ഏതെങ്കിലും കുലത്തിൽ ജനിക്കണം, ഏതെങ്കിലും ദേശത്തിൽ ജനിക്കണം, സംസ്കൃത ഭാഷ അറിയണം, അതൊന്നും അല്ല ക്രൈറ്റീരിയ. അതൊക്കെ ഇതിലേക്ക് സഹായിക്കട്ടെ. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഈ നിഷ്കളങ്കത സമ്പാദിക്കാനും വിനയം സമ്പാദിക്കാനും ഭക്തി സമ്പാദിക്കാനും സഹായിക്കട്ടെ. നിങ്ങൾക്ക് കുറേ അറിവുണ്ടെങ്കിൽ ആ അറിവ് വിനയമായി മാറണം. അതാണ് വിദ്യാ ദദാതി വിനയം. വിദ്യയുടെ ലക്ഷണം വിനയമാണ്. ആർക്ക് വിദ്യ കൂടുതലുണ്ടോ അവർ കൂടുതൽ ഹമ്പിളായിരിക്കും. അവരുടെ മുഖമുദ്രയായിരിക്കും ഹ്യൂമിലിറ്റി. അറിവ് കൂടുന്തോറും തല കുനിയും. അല്പന്മാര് തല ഉയർത്തിപ്പിടിച്ച് ഗർവിഷ്ഠന്മാരായി നടക്കും. അല്പന്മാര്. അറിവുള്ളവർ തല കുനിച്ച് നടക്കും. വിദ്യാ വിനയസമ്പന്നേ എന്നാ പറയണം ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം പറയുമ്പോൾ. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ. ഭഗവാൻ ഗീതയിൽ ബ്രാഹ്മണനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. വിദ്യ കൊണ്ട് വിനയസമ്പന്നനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനിലും, അല്ലേ? വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേച പണ്ഡിത സമദർശിനഃ എന്ന ശ്ലോകത്തിൽ ബ്രാഹ്മണനെ വിശേഷിപ്പിച്ചതാണ് വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ. അവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. ആർക്കാണോ ശരിയായ അറിവും അതുകൊണ്ടുള്ള വിനയവും പൂർണ്ണമായിരിക്കുന്നത് അവനാണ് ബ്രാഹ്മണൻ. അതാണ് ബ്രാഹ്മണ ലക്ഷണം. അല്ലാതെ വലിയ പൂണോലിട്ടിട്ടുണ്ട്, വലിയ കുടുമ കെട്ടിയിട്ടുണ്ട്, നല്ല വെളുത്ത ശരീരമാണ്, വലിയ കുടവയറുണ്ട്, ദേഹത്ത് മുഴുവൻ ഭസ്മം പൂശിയിട്ടുണ്ട്, പാളത്താറ് ഉടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള പാണ്ഡിത്യമുണ്ട്, വേദമന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നുമല്ല ഭഗവാൻ ലക്ഷണം പറഞ്ഞത്. പൂണോലിട്ട ബ്രാഹ്മണനിൽ എന്നല്ല പറഞ്ഞത്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ. ഇപ്പൊ ബ്രാഹ്മണന്റെ അവശ്യമായ ലക്ഷണം വിദ്യയും വിനയവുമാണ്. അപ്പോ പറഞ്ഞു വന്നത് സത്യജ്ഞാനാനന്ദമയീം
ദേവി സ്വയം സത്യജ്ഞാനാനന്ദമയിയാണ്. ആ ദേവി തന്നെയാണ് ഈ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് തൻ്റെ സ്വരൂപത്തെ അനാവരണം ചെയ്തു കൊടുക്കുന്നതും. അപ്പോൾ ഈശ്വര കൃപ വേണം നമുക്ക് ഈശ്വരനെ അറിയാൻ. ഈശ്വര കൃപയില്ലാതെ ഈശ്വരനെ അറിയാൻ സാധ്യമല്ല. അവൻ അരുളാൽ അവൻ താഴ്വണങ്ങി. അവൻ്റെ അരുളുകൊണ്ട് മാത്രമേ അവനെ വണങ്ങാൻ നമുക്ക് സാധിക്കുള്ളൂ, അവൻ്റെ പാദം പണിയാൻ നമുക്ക് സാധിക്കുള്ളൂ. അവൻ തിരഞ്ഞെടുക്കണം നമ്മളെ. ഇവിടെ അവളാണ് ദേവി. ഇപ്പൊ സത്യജ്ഞാനാനന്ദമയീം താം, താം എന്നുള്ളത് അവളെ എന്നുള്ള അർത്ഥത്തിലാണ്. അത് പദപൂരണത്തിന് വേണ്ടി പ്രയോഗിച്ചു. അവളെ, എങ്ങനെയുള്ളവളെ? തനുരൂപാം. തനുരൂപ എന്ന് പറഞ്ഞാൽ തനു എന്നുള്ളത് സൂക്ഷ്മതയെ സൂചിപ്പിക്കുന്നു. തനുരൂപ, സൂക്ഷ്മമായ രൂപത്തോടു കൂടിയവൾ. സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നതാണോ? അല്ല, തനുരൂപയാണ്, സൂക്ഷ്മസ്വരൂപിണിയാണ്. ആ സൂക്ഷ്മമായ ഭാവത്തെ കാണണമെങ്കിൽ അതിനുള്ള അർഹത നമ്മൾ ആർജിക്കണം. അർഹത എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അഭിമാനം വർദ്ധിപ്പിക്കുന്ന ക്വാളിഫിക്കേഷൻസ് അല്ല, അഭിമാനത്തെ ഇല്ലാതാക്കുന്നതാണ് ഇവിടുത്തെ അർഹത. വിനയമാണ് ഇവിടുത്തെ അർഹത, നിഷ്കളങ്കതയാണ് ഇവിടുത്തെ അർഹത, ഭക്തിയാണ് ഇവിടുത്തെ അർഹത. അപ്പം അങ്ങനെയുള്ള തനുരൂപയായ ഗൗരിയെ, അംബയെ, അംബുരുഹാക്ഷിയെ ഞാൻ സ്തുതിക്കുന്നു. പ്രത്യാഹാരധ്യാന സമാധിസ്ഥിതി ഭാജാം നിത്യം ചിത്തേ നിർവൃതി കാഷ്ടാം കലയന്തീം സത്യജ്ഞാനാനന്ദമയീം താം തനുരൂപാം ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. ഗൗരീമംബാം അംബുരുഹാക്ഷീം അഹമീഡേ. അപ്പോൾ അടുത്ത ശ്ലോകം നാളെ തുടരാം. ദശകമാണ്, 10 ശ്ലോകമുണ്ട്. ഇനി ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാം. ഗൗരി ദശകം വളരെ മനോഹരമാണ്. ആചാര്യ ഭഗവത്പാദരുടെ തന്നെയാണെന്നുള്ളതിന് ഉറപ്പാണ്. ആ പ്രയോഗങ്ങൾ, ദേവിയെ ഏത് രൂപത്തിലാണ് വർണ്ണിക്കുന്നത് എന്നുള്ളത്, അതിലെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ, വൈദികങ്ങളായിട്ടുള്ള ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദിശങ്കര ഭഗവത്പാദരുടെ കൃതി തന്നെയെന്ന് ഉറപ്പിക്കാം. നമുക്ക് ഇനി 10:30 കാണാം. ഇപ്പോൾ സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 10:30 ഭാഗവതം, 11 മണിക്ക് നാരായണീയം. വൈകുന്നേരം ഗീത ഇല്ല, അത് ഓർമ്മിക്കുക. 4:30 ഗീതാ ക്ലാസ് ഇല്ല. ഇന്നും നാളെയും ഗീതാ ക്ലാസ് ഇല്ല, രാവിലത്തെ ക്ലാസ്സുകളേ ഉള്ളൂ. ഹരി ഓം. സോ നിങ്ങൾക്ക് ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നാരായണ.